ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽപ്പെട്ട അതിരൂക്ഷമായ സൈനിക സംഘടനം വീണ്ടും ആഗോള യുദ്ധത്തിന്റെ അരികിലെത്തി നിൽക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ അപ്രതീക്ഷിത പ്രഖ്യാപനം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ പൂർണ്ണമായും ഉലച്ചിരിക്കുകയാണ്. ഇറാനെതിരെ നടത്താനിരുന്ന വൻ സൈനിക ആക്രമണം അവസാന നിമിഷം ട്രംപ് റദ്ദാക്കിയതോടെ സഖ്യകക്ഷിയായ ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള ആഴത്തിലുള്ള ഭിന്നത പരസ്യമായി പുറത്തു വന്നു. അമേരിക്കയുടെ സൈനിക പിന്തുണയോടെ ഇറാനെതിരെ വലിയൊരു പോരാട്ടത്തിന് പൂർണ്ണ സജ്ജരായി നിൽക്കുകയായിരുന്ന ഇസ്രയേൽ സേനയ്ക്ക് ട്രംപിന്റെ ഈ യു ടേൺ കടുത്ത ആഘാതമാണ് ഉണ്ടാക്കിയത്. ആയിരക്കണക്കിന് ഇസ്രയേലി സൈനികരെയാണ് ഇറാനെതിരെയുള്ള കടുത്ത പോരാട്ടത്തിനായി അതിർത്തികളിലും തന്ത്രപ്രധാന താവളങ്ങളിലും അടിയന്തരമായി വിന്യസിച്ചത്. തങ്ങളുടെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ നടത്തിയ ഒറ്റ പ്രഖ്യാപനത്തിലൂടെയാണ് ഡൊണാൾഡ് ട്രംപ് ഈ വൻ സൈനിക നീക്കം റദ്ദാക്കുന്നതായി ലോകത്തെ അറിയിച്ചത്. ഇസ്രയേലിന്റെ ഔദ്യോഗിക സംപ്രേഷണ സ്ഥാപനമായ കാൻ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രയേൽ സൈനിക വ്യൂഹം ഇറാനെതിരെയുള്ള ആക്രമണാത്മക പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായും തയ്യാറെടുത്തിരുന്നു. ഇറാൻ തിരികെ നടത്തുന്ന അതിരൂക്ഷമായ മിസൈൽ ഡ്രോൺ വർഷങ്ങളെ പ്രതിരോധിക്കാനുള്ള മുൻകരുതലുകളും സജ്ജീകരണങ്ങളും ഇസ്രയേൽ പ്രതിരോധ സേന പൂർത്തിയാക്കിയിരുന്നു. ഹോർമസ് കടലിടുക്കിലെ നാവിക സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഇറാന്റെ ആണവ പദ്ധതികൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനും പ്രാദേശിക ഗവൺമെന്റുകളുമായി ചേർന്ന് ഒരു പൊതുധാരണയിലെത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ട്രംപ് തന്റെ പ്രഖ്യാപനത്തിൽ അവകാശപ്പെട്ടത്. എന്നാൽ അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഈ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാടാണ് ഇസ്രയേലി ഉദ്യോഗസ്ഥരിൽ നിന്നും ഉയർന്നു വന്നത്. വാഷിംഗ്ടണിന്റെ ഇത്തരം തുടർച്ചയായ നിലപാട് മാറ്റങ്ങളും പ്രവചനാതീതമായ തീരുമാനങ്ങളും ഇസ്രയേലിന്റെ കൃത്യമായ സൈനിക പ്ലാനിങ്ങുകളെയും സുരക്ഷാ തന്ത്രങ്ങളെയും ഗുരുതരമായി ബാധിക്കുന്നുവെന്ന് അവർ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ആക്രമണം റദ്ദാക്കാനുള്ള ട്രംപിന്റെ തീരുമാനത്തിന് പിന്നിൽ സഖ്യകക്ഷിയായ ഗൾഫ് രാജ്യങ്ങളുടെ ശക്തമായ നയതന്ത്ര ഇടപെടലായിരുന്നു. സൗദി അറേബ്യ, ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്കൻ ഭരണകൂടത്തിന് മേൽ അതിശക്തമായ സമ്മർദ്ദമാണ് അവസാന നിമിഷങ്ങളിൽ ചെലുത്തിയത്. ഇറാനെതിരെ അമേരിക്ക ആക്രമണം നടത്തിയാൽ ഗൾഫ് മേഖലയിലെ പ്രധാന ഊർജ്ജാടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ഇറാൻ വൻതോതിൽ തിരിച്ചടി നടത്തുമെന്ന ഭയം അറേബ്യൻ രാഷ്ട്രങ്ങളെ കടുത്ത ഉത്കണ്ഠയിലെത്തിച്ചു. അറബ് രാജ്യങ്ങളുടെ ഈ അടിയന്തര അഭ്യർത്ഥന മുൻനിർത്തി ആക്രമണം ഒഴിവാക്കിയത് പശ്ചിമേഷ്യയിൽ ഒരു മഹായുദ്ധം താൽക്കാലികമായി തടയാൻ സഹായിച്ചുവെന്നത് സത്യമാണ്. എങ്കിലും ഈ തീരുമാനം വാഷിംഗ്ടണും ടെല്ലവീവും തമ്മിൽ കാലങ്ങളായി നിലനിൽക്കുന്ന തന്ത്രപരമായ വൻ അവിശ്വാസത്തെയും ഭിന്നതയുമാണ് തുറന്നു കാട്ടിയത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സൈനിക ശക്തി എന്നത് നയതന്ത്ര ചർച്ചകളിൽ തങ്ങൾക്ക് അനുകൂലമായ കരാറുകൾ ഉണ്ടാക്കാനുള്ള ഒരു സമ്മർദ്ദ തന്ത്രം മാത്രമാണ്. എന്നാൽ ഇസ്രയേലിന്റെ വീക്ഷണം ഇതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. ഇസ്രയേൽ സൈനിക വ്യൂഹത്തിൽ വൻ നിരാശയും അമർഷവുമാണ് ഈ സംഭവം ഉണ്ടാക്കിയത്. മാസങ്ങളോളം നീണ്ട തയ്യാറെടുപ്പുകളും കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ചു നടത്തിയ സൈനിക വിന്യാസങ്ങളും ഒറ്റ രാത്രി കൊണ്ട് വീണ്ടും പഴയ പടിയിലേക്ക് മാറ്റേണ്ടി വന്നത് ഇസ്രയേൽ സൈനികരുടെ മനോവീര്യത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. US പ്രസിഡന്റിന്റെ പ്രവചനാതീതമായ വിദേശ നയശൈലി തങ്ങളുടെ ദേശീയ സുരക്ഷയെ അപകടത്തിലാക്കുന്നുവെന്ന വികാരം ഇസ്രയേൽ ജനതയ്ക്കിടയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ശക്തമായി പ്രചരിക്കുന്നുണ്ട്. ഇറാന് കിട്ടിയ വലിയൊരു നയതന്ത്ര വിജയം കൂടിയാണ് ഇത്. സൈനികമായി US ഇസ്രയേൽ സഖ്യം തങ്ങൾക്കെതിരെ ഒന്നിക്കുമ്പോഴും അയൽപ്പക്കത്തെ ഗൾഫ് രാഷ്ട്രങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തി നയതന്ത്ര സമ്മർദ്ദം സൃഷ്ടിക്കാൻ ഇറാൻ ഭരണകൂടത്തിന് സാധിച്ചു. ഇത് മേഖലയിലെ ഇറാന്റെ സ്വാധീനം കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. ഗൾഫ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സാമ്പത്തിക താൽപര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും സംരക്ഷിക്കാൻ കഴിഞ്ഞത് വലിയ ആശ്വാസമാണ്. സ്വന്തം മണ്ണിൽ വീണ്ടും ഒരു യുദ്ധത്തിന്റെ നിഴൽ വീഴുന്നത് തടയാൻ കഴിഞ്ഞെങ്കിലും ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഈ ശത്രുത ഭാവിയിൽ തങ്ങൾക്ക് ഭീഷണിയായി തുടരുമെന്ന് അവർക്കറിയാം. ഹോർമസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത സുരക്ഷയെക്കുറിച്ച് ട്രംപ് പരാമർശിച്ചുവെങ്കിലും മേഖലയിൽ യഥാർത്ഥത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധന വിതരണ പാതയായ ഹോർമുസിൽ സംഘർഷ സാധ്യത താൽക്കാലികമായി അടങ്ങിയിട്ടുണ്ടെങ്കിലും അവിശ്വാസം അതേപടി നിലനിൽക്കുന്നു. അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ട്രംപിന്റെ ഈ തീരുമാനം കടുത്ത വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. ഒരു വശത്ത് ഇറാന് ശക്തമായ മുന്നറിയിപ്പുകൾ നൽകുകയും മറുപുറത്ത് ആക്രമണത്തിന് തൊട്ടു മുൻപ് പിന്മാറുകയും ചെയ്യുന്നത് അമേരിക്കയുടെ അന്താരാഷ്ട്ര വിശ്വാസ്യതയെ ബാധിക്കുമെന്നാണ് ഡെമോക്രാറ്റുകളും ചില റിപ്പബ്ലിക്കൻ നേതാക്കളും ആരോപിക്കുന്നത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ പോലും ഈ സംഭവം കരുനിഴൽ വീഴ്ത്തുന്നുണ്ട്.
യുദ്ധത്തിനായി അതിർത്തികളിൽ നിലയുറപ്പിച്ച സൈനികരെ തിരിച്ചയക്കുന്നത് ഇസ്രയേലിന് വലിയ പ്രതിരോധ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കിയത്. റിസർവ് സൈനികരെ തിരിച്ചു വിളിച്ചതും യുദ്ധവിമാനങ്ങൾ എപ്പോഴും പറന്നുയരാൻ സജ്ജമാക്കി നിർത്തിയതും വലിയ തുകയുടെ ബാധ്യതയാണ് ഇസ്രയേൽ ഖജനാവിനുണ്ടാക്കിയത്. പശ്ചിമേഷ്യയിൽ അമേരിക്ക സ്വീകരിക്കുന്ന ഈ ഇരട്ടത്താപ്പ് നയം മേഖലയിലെ മറ്റ് സഖ്യകക്ഷികളെയും ചിന്തിപ്പിക്കുന്നുണ്ട്. തന്ത്രപ്രധാനമായ സമയങ്ങളിൽ അമേരിക്കൻ ഭരണകൂടം സ്വീകരിക്കുന്ന സ്വതന്ത്രമായ നിലപാടുകൾ ഭാവിയിൽ ഏത് സഖ്യരാജ്യത്തെയും വെട്ടിലാക്കാമെന്ന സന്ദേശമാണ് നൽകുന്നത്. ഇറാന്റെ ആണവ പദ്ധതികൾ ഇപ്പോഴും തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നതാണ് ഇസ്രയേലിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. സൈനിക നടപടിയിലൂടെ തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ വൈകാതെ ഇറാൻ പൂർണ്ണ ആണവ ശക്തിയായി മാറുമെന്നും അത് തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്നും ഇസ്രയേൽ കരുതുന്നുണ്ട്. ട്രംപിന്റെ നയതന്ത്ര ചർച്ചകൾ ഇറാന്റെ ആണവ നയങ്ങളിൽ എത്രത്തോളം മാറ്റം വരുത്തുമെന്ന കാര്യത്തിൽ അന്താരാഷ്ട്ര നിരീക്ഷകർക്കും സംശയമാണ്. മുൻകാല അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ അമേരിക്കൻ ഉപരോധങ്ങളെയും ഭീഷണികളെയും അതിജീവിച്ച് ഇറാൻ തങ്ങളുടെ ആയുധശേഷി വർദ്ധിപ്പിക്കാനാണ് സാധ്യത. ഇസ്രയേലിലെ മുൻനിര മാധ്യമങ്ങളെല്ലാം ട്രംപിന്റെ ഈ യു-ടേണിനെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിക്കുന്നത്. അമേരിക്ക ഇസ്രയേലിന്റെ കൈകൾ കെട്ടിയിടുന്നു എന്ന തരത്തിലുള്ള തലക്കെട്ടുകളോടെയാണ് വാർത്തകൾ പുറത്തു വന്നത്. ഇത് ഇസ്രയേൽ സമൂഹത്തിൽ വലിയ നിരാശ പരത്തിയിട്ടുണ്ട്. അതേസമയം അമേരിക്കൻ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ ഒരു വിഭാഗം ട്രംപിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട്. വിശാലമായ മറ്റൊരു പശ്ചിമേഷ്യൻ യുദ്ധത്തിലേക്ക് അമേരിക്കൻ സൈനികരെ തള്ളിവിടാതിരുന്നത് നന്നായി എന്ന് അവർ കരുതുന്നു. മുൻപ് നടന്ന പോരാട്ടങ്ങളിൽ നൂറുകണക്കിന് സൈനികർക്ക് പരിക്കേറ്റത് അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ട്രംപ് മുന്നോട്ട് വെക്കുന്ന നയതന്ത്ര ധാരണകൾ കേവലം കടലാസിൽ ഒതുങ്ങുമോ അതോ പ്രായോഗികമാകുമോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. സ്വന്തം സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഇസ്രയേൽ ഭാവിയിൽ അമേരിക്കയുടെ അനുമതിയില്ലാതെ ഒറ്റയ്ക്ക് ഇറാനെതിരെ സൈനിക നീക്കത്തിന് മുതിരുമോ എന്ന ഗൗരവമേറിയ ചോദ്യവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ട്രംപിന്റെ ഒറ്റ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് പശ്ചിമേഷ്യയിലെ യുദ്ധഭീതികൾക്ക് താൽക്കാലിക ശമനം നൽകിയെങ്കിലും അത് അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധങ്ങളിൽ ആഴത്തിലുള്ള വിള്ളലുകൾ വീഴ്ത്തിയിരിക്കുകയാണ്. ഇറാൻ ഭീഷണി നിലനിൽക്കുന്നിടത്തോളം കാലം ഈ പുകച്ചിലും സംഘർഷ സാധ്യതകളും മേഖലയിൽ ഒടുങ്ങാതെ തുടരുമെന്ന കാര്യം ഉറപ്പാണ്.